പച്ച ചക്കയുടെ ചുള എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്താ ചെയ്യാറുള്ളത്? ഈ ഒരു സംഭവങ്ങളൊക്കെ നേരെ തൊടിയിലേക്ക് കളയല്ലേ ചെയ്യാം. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ചക്കയുടെ ചുളന്റെ ഇടയിലുള്ള ചവളി ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. ചവളി എന്നാണ് കേട്ടോ ഞങ്ങളൊക്കെ പറയാ. നിങ്ങൾ എന്താണ് പറയാ എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഈ ഒരു ചക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. ചുളയും അതുപോലെ ഇതിന്റെ ഇടയിലുള്ള ഈ ഒരു ചവളിയും അതിന്റെ ആ ഒരു മടലും ആ ഒരു പുറം ഭാഗത്തുള്ള മുള്ളു പോലുള്ള ഭാഗം ഉണ്ടല്ലോ, അത് മാത്രമേ ശരിക്കും കളയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടും നമുക്ക് ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാനിതാ ഇത് അന്ന് പറിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു ചവളി നമുക്ക് കത്തി വെച്ചിട്ട് പതുക്കെ അരിഞ്ഞെടുത്താൽ മതി. നമ്മൾ പുല്ലൊക്കെ അരിയില്ല, അതുപോലെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അത് കയ്യിൽ പിടിച്ചിട്ട് ജസ്റ്റ് കത്തി വെച്ചിട്ട് അടികളിലൂടെ അങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പൊ അതാ ഞാൻ ഇത്രയും ചവളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കാം അല്ലെ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ഇതുപോലെ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ വേർപ്പെടുത്തി എടുത്തിട്ടുള്ള ചവളികൾ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. കാരണം ഇത് ഇരുമ്പ് ചട്ടിയാണ്, അത്യാവശ്യം നന്നായിട്ട് ചൂടുണ്ടാവും. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് മൊരിയാതെ പെട്ടെന്ന് തന്നെ അതിന്റെ കളറ് മാറിപ്പോവും. ഇത് നല്ല തിന്നായിട്ടുള്ള ഒരു സാധനമാണല്ലോ, ചക്കച്ചോളന്റെ അത്രയും കട്ടിയില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ഇത് മൂത്ത് പോകും കേട്ടോ. അപ്പൊ ലോ ഫ്ലെയിമിൽ വെക്കുക, എന്നാലേ ഉള്ളത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ സാവധാനം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു സൗണ്ട് ഒക്കെ കേൾക്കുമല്ലോ, ഒരു മൊരിഞ്ഞു വരുമ്പോ ഒരു കിളികിലി സൗണ്ട് ഉണ്ടാവില്ല. ആ ഒരു സൗണ്ട് ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. അപ്പൊ ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഇത്രയും തന്നെ മൂക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ രണ്ടാമത് ഇട്ട് കൊടുത്തത് ഇത്രയും മൂപ്പിച്ചെടുത്തിട്ടില്ല, കാരണം ഇത് പെട്ടെന്ന് തന്നെ മൂക്കും കേട്ടോ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പൊ ഇത്രയും വന്നാൽ മതി കേട്ടോ. ഇത്രയും മൂത്ത് കഴിഞ്ഞാല് നമുക്ക് കോരി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ ഒരു ചക്കയുടെ ചവളി പൊരിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ 2 ബാച്ച് വീണ്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം പൊരിച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാച്ച് ഇതിൽ ചേർത്തിട്ടില്ല, കാരണം ഒരുപാട് അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കയ്പ് രസം വരും. അപ്പൊ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു മൂപ്പിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് നമ്മൾ ഉപ്പുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് മുളക് പൊടിയും കൂടെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഈ കുടങ്ങിയുമ്പോ തന്നെ ഇതിന്റെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം അല്ലെ. തണുത്ത് പോവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വെക്കാം. ഇതിപ്പോ കുറെ സമയത്തേക്കൊന്നും ഇല്ല കേട്ടോ, ഇപ്പൊ തന്നെ കഴിക്കാനേ ഉള്ളൂ. ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇനി ചക്കയുടെ ചവളിയൊന്നും ആരും കളയണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ ഇതിപ്പോ തന്നെ തീരും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. ഒരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.